യവന്മാരെ മുന്നേ ഒന്ന് ഷൈൻ ചെയ്തിട്ട് തന്നെ വേറെ കാര്യം. ചുമ്മാ ഓരോന്നിനെ പേടിപ്പിക്കാനായിട്ട്. അല്ല, ഞാൻ പ്രവീണിനോട് ചോദിക്കട്ടെ. ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ. പ്രവീൺ ഒന്ന് പറഞ്ഞോളൂ. അത് ഉത്തരം പറ. അത് പ്രവീൺ ആ സത്യം ഒന്ന് ചാനലിന് പറഞ്ഞു കൊടുക്കൂ. പറയടോ. പറയുന്നത് ആരോഗ്യമന്ത്രിയെ LDF പ്രവർത്തകർ എഴുതിയിട്ടുണ്ടോ അതിനകത്ത്? പ്രതിഷേധിക്കുന്നവർ പൂർത്തിയായ പദ്ധതികൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രതിഷേധിക്കുന്നു. അതല്ല ഉദ്ദേശം. അവര് വരാൻ പറഞ്ഞാൽ മതി. കാണിച്ചു. ഏഷ്യാനെറ്റും നിങ്ങളും കൂടെ വന്നോളൂ. അവരും കൂടെ വന്നോളൂ. കാണിച്ചു. ആഹാ, ബ്യൂട്ടിഫുൾ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത എന്റെ കൂട്ട. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. അത് ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഏഷ്യാനെറ്റാണ് ഇടനില നിൽക്കുന്നത്. ആരുടെ ഇടനില നമുക്ക് ആവശ്യമില്ല. മന്ത്രി പറഞ്ഞാൽ മതി. റിപ്പോർട്ടർ ചാനലിലെ വാർത്ത നമുക്ക് ഉത്തരവാദിത്തമല്ല. മറ്റു കാര്യം പറയാമോ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്. പുല്ലുവില. മാഡം, റിപ്പോർട്ടർ ചാനലിലെ വാർത്ത ഞങ്ങൾ എങ്ങനെ ഏഷ്യാനെറ്റിനോട് ചോദിച്ചില്ലല്ലോ എന്ന്. ഇവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ഇന്ന് ഉയർന്നെത്തിക്കാൻ പിന്നെ തർക്കിച്ചാൽ പോലെ ഞങ്ങൾ അതിനോട് ആവശ്യമുണ്ടോ? എന്റെ ദൈവം, ഇതൊരു പുലിവാലായല്ലോ. ഞാൻ റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നതിന് ഏഷ്യാനെറ്റ് എന്ത് അസ്വസ്ഥതയാവുന്നത്? ഇത് എന്ത് പിശാചികളാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്. ചോദിച്ച കാര്യം പുറത്തു വെച്ച ആരോപണം. ഏഷ്യാനെറ്റ് ഇടനില നിൽക്കുന്നുണ്ടോ UDFന്റെ? ഇല്ലല്ലോ. അങ്ങനെ പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല പിടിച്ചിട്ടില്ല. അല്ല, അവര് ഈ സുരേഷ് കുമാർ അടക്കം പരസ്യം ഉന്നയിച്ച ആരോപണം. കുമാറിന്റെ വക്കാലത്തായിട്ടാണ് ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നത്. അന്നേരം എനിക്ക് ഏഷ്യാനെറ്റിനോട് പറയേണ്ട ആവശ്യം. അവർ ഓർഡറിലേക്ക് വന്നല്ലോ മാഡം. ജനപ്രതിനിധികള് അവർ ഓർഡറിലേക്ക് വന്നല്ലോ മാഡം. ജനപ്രതിനിധികള് എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.